ഇന്ന് പറയാൻ പോകുന്ന വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ക്ഷേത്രദർശനത്തിന്റെ യഥാർത്ഥ അർത്ഥം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാലിക്കേണ്ട ശീലങ്ങളും മര്യാദകളും. ക്യൂവും ക്രമവും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം. വഴിപാടിന്റെയും ദക്ഷിണയുടെയും യഥാർത്ഥ ഉദ്ദേശ്യം. ഭക്തി, പണം ഏതാണ് പ്രധാനമെന്ന്. ശ്രീകോവിലിന്റെയും മൂർത്തിചൈതന്യത്തിന്റെയും ആശയം. ക്ഷേത്രത്തിൽ വിനയം, കരുണ, ശുദ്ധമായ മനോഭാവം എന്നിവയുടെ പ്രാധാന്യം. ആ അമ്പലത്തിൽ പോയാൽ കാര്യം നടക്കും എന്ന വിശ്വാസത്തിന്റെ പിന്നിലെ ആത്മീയ ദർശനം. ഓം നമഃ ശിവായ. ഇന്ന് പഠിക്കുന്നത്. ഈ വീഡിയോ ക്ഷേത്രദർശനത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയ പരമ്പരയുടെ മൂന്നാമത്തെ ഭാഗമാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു പതിവോ ആചാരമോ അല്ല, ഭഗവാനുമായുള്ള ഒരു ബന്ധമാണ്. ഇന്നത്തെ ഭാഗത്തിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെ പെരുമാറണം, വഴിപാട് കഴിച്ചതുകൊണ്ടുള്ള ഗുണങ്ങൾ തുടങ്ങിയവ. പല തിരക്കുള്ള ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പലരും ക്യൂ നിൽക്കാതെ, സഹജീവികളോട് കരുണ കാണിക്കാതെ ഇടിച്ചു കയറി ഭഗവാനെ കാണാൻ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് താഴെ പറയുന്നത്. ഒരിക്കൽ ഞാൻ തൃശൂർ വടക്കുംനാഥൻ അമ്പലത്തിൽ പോയപ്പോൾ ഒരു കുടുംബം വരിയിൽ നിൽക്കാതെ ക്ഷേത്ര ജീവനക്കാരുടെ കൂടെ പോകുന്നത് കണ്ടു. അവർ പരിചയപ്പെടുത്തുന്നുമുണ്ട് ഇവർ സെക്രട്ടറിയുടെ ബന്ധുവാണ് എന്നൊക്കെ. വഴിപാട് രസീതി നേരിട്ട് തന്ത്രിക്ക് കൊടുത്തിട്ട് പറയുന്നു ഇവർ സെക്രട്ടറിയുടെ ബന്ധുവാണ്, നല്ലവണ്ണം പൂജിച്ചു കൊടുക്കണം എന്നും. ഭഗവാൻ എല്ലാ ഭക്തരും സമന്മാരാണ്, മാത്രവുമല്ല എളിമയുള്ളവനെയും സഹജീവികളോട് കരുണയും ഉള്ളവരെയാണ് ഭഗവാൻ കൂടുതൽ കാര്യം, അല്ലാതെ ശുപാർശയുമായി വരുന്നവനെയല്ല. ഭഗവാൻ പൂജാരിയുടെ അടിമയല്ല. നിങ്ങൾ പുഷ്പാഞ്ജലി ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ ഗുണം കൊടുക്കണം എന്ന് പറയാൻ. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പിതാവോ മാതാവോ ആണെന്ന് കരുതുക. എല്ലാ മക്കളും നിങ്ങൾക്ക് ഒരുപോലെയാണ്. നിങ്ങളെ കാണാൻ വരുമ്പോൾ ഒരു മകനെ അല്ലെങ്കിൽ മകളെ തള്ളിമാറ്റി മറ്റൊരു മകനോ മകളോ വന്നാൽ നിങ്ങൾക്ക് എന്തു തോന്നും? ഇത് തന്നെയാണ് ഭഗവാനും തോന്നുക. അവന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ്. ദക്ഷിണ സമ്പ്രദായം വന്നിട്ട് അധികം നാളുകളായിട്ടില്ല. പണ്ടുകാലത്ത് പൂജാരിമാർക്ക് മറ്റു ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ആഹാരം, വസ്ത്രം, മറ്റു ആവശ്യവസ്തുക്കൾ എന്നിവ വാങ്ങാൻ പണം ആവശ്യമായിരുന്നു. അപ്പോൾ പൂജാരിമാരെ സഹായിക്കാനായി പണ്ടുകാലത്തെ പണക്കാരായ ആളുകൾ തുടങ്ങിയതാണ് ഈ സമ്പ്രദായം. പക്ഷേ ഇപ്പോൾ പല ക്ഷേത്രങ്ങളും നടത്തുന്നത് ദേവസ്വം ബോർഡുകളാണ്. അവരാണ് ശമ്പളം നൽകുന്നത്, അതിലൂടെ വരുമാനവും കണ്ടെത്തുന്നത്. ഒരു ക്ഷേത്രവും കണക്കിൽ മിച്ചം കാണിക്കാറില്ല. കാരണം വരവിനനുസരിച്ച് അവർ ശമ്പളവും മറ്റു സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നു. ഫലത്തിൽ കണക്കിൽ ക്ഷേത്രം നഷ്ടത്തിലാണ് എന്ന് കാണിക്കുന്നു. പട്ടിണിയിലും പ്രയാസങ്ങളിലും കഴിയുന്ന പൂജാരിമാർ മനസ്സറിഞ്ഞ് ദക്ഷിണ നൽകുന്നവർക്കു നന്ദി പറയുന്നു. അങ്ങനെ സ്വാഭാവികമായും ഭഗവാന്റെ അനുഗ്രഹം ദക്ഷിണ നൽകിയവർക്ക് ലഭിക്കും. അതുപോലെ നിസ്സഹായരായ പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഒരാളെ നമ്മൾ സഹായിച്ചാൽ മഹാദേവൻ അതിന് പ്രതിഫലം നൽകും. മഹാബലിയുടെയോ വാസുകിയുടെയോ കഥകൾ അതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ദക്ഷിണയുടെ വലുപ്പത്തിലാണ് ചിലപ്പോൾ പൂജാരിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പൂജാരിക്ക് ഭഗവത് പ്രീതി ഇല്ലെങ്കിൽ ഒരു അനുഗ്രഹവും ലഭിക്കുമെന്ന് കരുതേണ്ട. അമ്പലത്തിൽ പോകുന്നതും വഴിപാട് നടത്തുന്നതും കൊണ്ട് മാത്രം എന്തെങ്കിലും ഗുണം ലഭിക്കും എന്ന് കരുതരുത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഭഗവാൻ തന്ത്രിയുടെ അടിമയല്ല. നമ്മൾ രസീത് കൊടുത്താൽ ഉടൻ നമുക്ക് വേണ്ടത് നൽകിത്തരുന്നവനുമല്ല. ഭഗവാനെ സംബന്ധിച്ച് ഭക്തന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയാണ് പ്രധാനപ്പെട്ടത്, പണമോ മറ്റേതെങ്കിലും വഴിപാടുകളോ അല്ല. രണ്ടാമതായി, ഭഗവാൻ ആ ശ്രീകോവിലിനുള്ളിൽ മാത്രമല്ല ഉള്ളത്. ആ മൂർത്തിയുടെ ചൈതന്യം ആ സ്ഥലം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ്, ശ്രീകോവിലിൽ മാത്രം ഒതുങ്ങിയതല്ല. ഭഗവാന്റെ സാന്നിധ്യം ശ്രീകോവിലിൽ സ്ഥിരമല്ല. പൂജാസമയത്ത് മാത്രമേ അവിടെ പ്രത്യക്ഷപ്പെടൂ. തീകൊണ്ട് അല്ല, മറിച്ച് മന്ത്രോച്ചാരണം, ഭക്തി എന്നിവ പൂർണ്ണമായാൽ മാത്രമേ ഭഗവാന്റെ സാന്നിധ്യം ശ്രീകോവിലിൽ ഉണ്ടാകൂ. പൂജ കഴിഞ്ഞാൽ ഭഗവാൻ വീണ്ടും തിരിച്ചുപോകുന്നു. ഇന്ന് കാണുന്ന അമ്പലങ്ങളും ശ്രീകോവിലുകളും രൂപപ്പെട്ടത് ചരിത്രപരമായ സാമൂഹിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ചില കാലഘട്ടങ്ങളിൽ ഉയർന്ന ജാതിക്കാർ, താഴ്ന്നവർ ഭഗവാനെ കണ്ടു പ്രാർത്ഥിക്കാതിരിക്കണമെന്ന മനോഭാവത്തോടെ ശ്രീകോവിൽ നിർമ്മിച്ച് അടച്ചുവച്ചിരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഭഗവാൻ, അല്ലെങ്കിൽ ഒരു മൂർത്തി, ഒരിക്കലും സ്വാർത്ഥതാൽപര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവനല്ല. പിന്നെ മറ്റൊരു കാര്യം, അമ്പലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് ആ മൂർത്തി തന്നെ ആകണമെന്നില്ല. നമ്മുടെ ചുറ്റും 100,000 ആത്മാക്കൾ സഞ്ചരിക്കുന്നുണ്ട്.
അവരിൽ പലരും അമ്പലങ്ങളിൽ കാണാം. ചിലപ്പോൾ കുറച്ചുനാൾ അല്ലെങ്കിൽ വർഷങ്ങളോളം അവർ ഒരുപക്ഷേ ക്ഷേത്രത്തൂണുകളിലോ കല്ലുകളിലോ താമസിക്കും. ആത്മാക്കൾ അവിടെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ വിനയം പാലിക്കണം, മറ്റുള്ള ഭക്തന്മാരോട് കരുണ കാണിക്കണം. നമ്മൾ ഇടിച്ചു കയറിച്ചെന്ന് എടുക്കാൻ അവിടെ ഒന്നും വച്ചിട്ടില്ല. മുൻപിൽ വരുന്നവർ എടുത്തുകൊണ്ടുപോയാൽ എനിക്ക് കിട്ടിയില്ല എന്ന് ഒരിക്കലും കരുതരുത്. ചിന്തിക്കണം, ഇതെല്ലാം നമുക്ക് അനുഗ്രഹം തരുന്ന മൂർത്തി കാണുന്നുണ്ട്. നമ്മുടെ പ്രവർത്തികൾ അനുഗ്രഹത്തിനു പകരം മൂർത്തിയുടെ കോപം വിളിച്ചുവരുത്തരുത്. പ്രസാദങ്ങൾ വാങ്ങിക്കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ശബരിമല ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന അരവണ. ഏതോ ഒരു കമ്പനി ഇത് തയ്യാറാക്കുന്നു, അതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. പിന്നീട് ഇത് ദേവസ്വം കൗണ്ടറിൽ നേരെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു. ഇതിന് ക്ഷേത്രവുമായി എന്ത് ബന്ധമുണ്ട് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അമ്പലത്തിലെ പ്രസാദം ആണെങ്കിൽ അത് തയ്യാറാക്കുന്ന സ്ഥലത്തിന്റെ ശുദ്ധിയും വൃത്തിയുമാണ് ആദ്യം പരിശോധിക്കേണ്ടത്. എലികളുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമാണ് ചില അമ്പലങ്ങൾ. ഭഗവാൻ ഒരു ഭക്തനെ സ്നേഹിക്കുന്നത് പ്രസാദം കഴിക്കുന്നതിനാൽ അല്ല, ഭക്തി തന്നെയാണ് പ്രധാനം. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് സമയം എടുത്തുതന്നെ ചെയ്യണം. ഇന്ന് ഒരു ദിവസം ഒഴിവുണ്ട്, അതുകൊണ്ട് കുറെ അമ്പലങ്ങളിൽ പോകാം, കുറെ പുണ്യം കിട്ടും. ഇതെല്ലാം അബദ്ധധാരണയാണ്. എന്തു ചെയ്താലും ചെയ്യേണ്ട രീതിയിൽ ചെയ്താലേ അതുകൊണ്ട് ഗുണം ഉണ്ടാകുകയുള്ളൂ. ഉദാഹരണത്തിന്, ദീർഘയാത്ര പോകുമ്പോൾ 3 ദിവസത്തേക്കുള്ള ഭക്ഷണം ഒരേ സമയം കഴിക്കില്ലല്ലോ. അത് നല്ലതുമല്ല, ആരോഗ്യത്തിന് ദോഷകരവുമാണ്. അതുപോലെ തന്നെയാണ് ഒരേ സമയം നിരവധി ക്ഷേത്രങ്ങൾ ഓടി സന്ദർശിക്കുന്നത്. അത് നല്ലതല്ല, മാത്രമല്ല ദേവന്മാരെ അസന്തുഷ്ടരാക്കാനും ഇടയാകാം. ദൈവദർശനം എന്നും കൂട്ടാൻ വേണ്ടിയല്ല, ഭക്തിയോടും മനസ്സോടും അനുഭവിക്കാനാണ്. പലരും പറയുന്നത് കേൾക്കാം, ആ അമ്പലത്തിൽ പോയാൽ അത് നടക്കും എന്ന്. ചിലത് ശരിയാവാം, ചിലത് തെറ്റായിരിക്കാം. ചില മൂർത്തികൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാണ്. ആ കാര്യങ്ങൾ അവർ കാണുമ്പോൾ, ഉദാഹരണത്തിന് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ മംഗല്യ വഴിപാട്, ഒരുപക്ഷേ ആ ആഗ്രഹം സാധിച്ചേക്കാം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ഒരു മൂർത്തിയുണ്ട്. ആ മൂർത്തിയാണ് അമ്പലത്തിലെ മൂർത്തിയോട് നമ്മുടെ കാര്യങ്ങൾ കൈമാറുന്നത്. നമ്മൾ വിനയത്തോടെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ മൂർത്തിയുടെ സന്ദേശം അമ്പലത്തിലെ മൂർത്തിയിലേക്ക് പോകും. ആ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് ശക്തി, കഴിവുണ്ടെങ്കിൽ അത് സാധ്യമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഭക്തനിൽ അഹങ്കാരവും കരുണക്കുറവും ഉണ്ടെങ്കിൽ മൂർത്തിയുടെ കോപം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ചുരുക്കിപ്പറഞ്ഞാൽ കാശു കൊടുത്തു കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നതുപോലെ. ഉദാഹരണത്തിന്, ഒരു കാര്യത്തിനായി ശുപാർശക്കായി ഒരു കമ്പനിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നു എന്ന് കരുതുക. നമ്മൾ ഒരു മോശം പ്രവൃത്തി ചെയ്തത് കണ്ട വ്യക്തിയാണ് മാനേജർ എങ്കിൽ എത്ര ശുപാർശ ഉണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുമോ? ഈ കാര്യം മാനേജർ ശുപാർശക്കാരനോട് പറഞ്ഞാലും അത് ഇന്നലെ ചെയ്ത പ്രവൃത്തിക്ക് എന്തും പരിഹാരമാകില്ല. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ പെരുമാറ്റവും മനോഭാവവും വളരെ പ്രധാനമാണ്. അമ്പലത്തിൽ വെറും കാഴ്ചകൾ കാണാനോ വഴിപാടുകൾ ഇടാനോ സാധനങ്ങൾ സമർപ്പിക്കാനോ പോകുന്നതുകൊണ്ട് മാത്രം അനുഗ്രഹം ലഭിക്കും എന്ന് കരുതുന്നത് ശരിയല്ല. ഭക്തി, വിനയം, കരുണ, ശുദ്ധമായ മനോഭാവം എന്നിവയോടെ പ്രവർത്തിക്കുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുക. മനോഭാവം തെറ്റായാൽ പലപ്പോഴും അതിനോടനുബന്ധിച്ച പരിശ്രമവും പ്രാർത്ഥനയും ഫലപ്രദമാകാതെ പോകും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ശുദ്ധമല്ലാത്ത വിധത്തിൽ അമ്പലത്തിൽ പ്രവേശിച്ചാൽ ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും നേരിട്ടു ലഭിക്കില്ല. സത്യത്തിൽ ഭക്തിയുടെ മനസ്സ്, ആചാരാനുഷ്ഠാനങ്ങൾ, മന്ത്രോച്ചാരണം എന്നിവയോടൊപ്പം പ്രവർത്തിക്കുമ്പോഴാണ് ഭഗവാന്റെ ശക്തി ഫലപ്രദമാകുന്നത്. അതിനാൽ അമ്പലത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ക്രമം പാലിക്കുക, ഭക്തന്മാരോടും ജീവനക്കാരോടും വിനയം കാണിക്കുക, മനസ്സ് ശുദ്ധമാക്കുക. ചുരുക്കത്തിൽ, അമ്പലത്തിൽ നിന്നും കിട്ടുന്നത് ഭക്തന്റെ സ്വഭാവത്തിന്റെയും മനോഭാവത്തിന്റെയും ഫലമാണ്. അടുത്ത വീഡിയോയിൽ എങ്ങനെ പ്രദക്ഷിണം ചെയ്യാം, ആരാണ് ക്ഷേത്രപാലകൻ, എന്താണ് ക്ഷേത്രപാലകനും നന്ദിയും തമ്മിലുള്ള ബന്ധം, ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ